സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പൂളാടിക്കുന്ന് ഹൈവേയുടെ തൊട്ടടുത്ത് ഒരു കാഴ്ചയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിത് എത്രയും പെട്ടെന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. ഞാനിങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നും പറയലില്ല, എന്നാൽ ഇത് ചെയ്യണം. ഇത് അത്രയ്ക്ക് അതീവ ഗൗരവമുള്ള വിഷയമാണ്. എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു വാട്ടർ അതോറിറ്റീൻ്റെ വലിയ ജലസംഭരണിയാണ് കേട്ടോ. ഭയങ്കര അപകടത്തിലാണിത്. ഇത് വെളിച്ചടിച്ചാൽ കാണൂല. കണ്ടോ ഇതിൻ്റെ തൂണിനൊക്കെ എന്താ പറ്റിയതെന്നുള്ളത്. ഇത് ഉടനെ പൊളിച്ചൊഴിവാക്കണം. വെള്ളമില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഒഴിയരുത്. മഴവെള്ളമൊക്കെ ഇതിലുണ്ട്. കണ്ടോ വെള്ളം അതാ പുറത്തേക്ക് പോകുന്നുണ്ട്. കണ്ടോ ഇത് മറ്റൊരു കാലാണ്. പിന്നെയുള്ളത് മേലെയാണ്. മേലത്തത് സൂര്യപ്രകാശം കാണൂല. കണ്ടോ ഇത് വേറൊരു തൂണാണേ. ഇതൊക്കെ പൊട്ടി ഇനി ഞങ്ങൾ പൊട്ടാനില്ല. ശരിയായത് ഞാൻ ഈ വീഡിയോ എടുത്താൽ ഇതിൽ കാണൂല, സൂര്യപ്രകാശം കാരണമാണ്. ഇനി ഇതിൻ്റെ മേലെ കയറി മറിയാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. കണ്ടോ ഇത് വേറൊരു ഫില്ലറാണ്. ഇതിൻ്റെ കഥയൊക്കെ കണ്ടില്ല നിങ്ങൾ. വളരെ ഗൗരവത്തിലെടുത്ത് ഇതൊന്ന് അധികാരികളിൽ എത്തിച്ച് അവരോട് എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ച് നീക്കണമെന്ന് പറയണം. കണ്ടോ മേലെയൊക്കെ ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കണ്ടോ ഈ കെട്ടിടം. ഇത് പൊളിച്ച് നീക്കണമെന്ന് ഞാൻ പറയാൻ കാരണം ഇത് തുറസായ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതൊരു ചെറിയ സ്കൂളാണ്. കണ്ടോ ഇത്രയേ വ്യത്യാസമുള്ളൂ. ഇതൊക്കെ പൊട്ടി വല്ല ഭൂമികുലുക്കോ എന്നും പറയാൻ പറ്റില്ല. നമ്മളെ നാടിൻ്റെ കഥയും മുമ്പൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ വല്ല ഭൂമികുലുക്കോ കാരണം ഉണ്ടായാൽ അത് അപ്പോൾ പൗഡറാവും. ഇതിൽ ഒരുപാട് കുരുന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു പൂളാടിക്കുന്നിലെ സ്കൂളാണ്. ഉണ്ടോ സ്കൂളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അധികാരികളെ നിങ്ങളിത് ഉണർന്ന് പ്രവർത്തിക്കണം. അല്ലാതെ നിങ്ങൾ ടെൻഡറൊക്കെ വിളിച്ച് നിങ്ങളെ സമയം നോക്കി കുത്തിരിക്കുമ്പോഴത്തേക്ക് അപകടം ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഇതിന് മുൻപേ ഉള്ളവരും കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് നിങ്ങൾ എന്ത് ചെയ്യണോ, പണിയെടുക്കണം. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പിന്നെ സാധിക്കില്ല.